ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കുറച്ച് സമൂസയുടെ സീറ്റ് ഉണ്ടാക്കാനാണ്. ഞാൻ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ടയും കുറച്ച് അതിലേക്ക് പാകത്തിലുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൈമൊന്നും ഒട്ടാത്ത വിധത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. പൊറാട്ടക്കൊക്കെ കുഴക്കണ മാതിരി, ചപ്പാത്തിക്കൊക്കെ കുഴക്കണ മാതിരി നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യണം. നമ്മളെ മൈദപ്പൊടി കുഴച്ച് വെച്ചതൊക്കെ നല്ല 1 മണിക്കൂർ റെസ്റ്റ് ഇരുന്ന് നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി അത് റോളാക്കി വെക്കണം കേട്ടോ. ഒക്കെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോ റോളുകൾ എടുത്തിട്ട് പരത്തി ഇതുപോലെ കോയിൽ വെച്ചിട്ട് നന്നാക്കി കനം കുറച്ച് പരത്തുക. പരത്തിയിട്ട് ഇത് നമ്മൾ പൊറോട്ട ചട്ടിയിലിട്ടിട്ട് ചൂടാക്കി വെക്കണം. ഇന്നൊരു ചൂടാക്കി എടുത്താൽ മതി. ഇനി നമ്മളൊരു സമൂസൻ്റെ ഓലക്ക് കണക്കാക്കിയിട്ട് ഇനി കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഞാൻ അങ്ങനെ കത്തി വെച്ച് മുറിച്ചിട്ടുണ്ട്. നമ്മളെ കടയിൽ നിന്ന് വാങ്ങിക്കണ ഓലയുടെ അതേപോലെ ആ കണക്കിൽ മുറിച്ചെടുത്തതാണ്. എല്ലാം അങ്ങനെ മുറിച്ചിട്ട് വെക്കാം. ഇതിലിപ്പോൾ ഞാൻ 1 കിലോ പൊടി കുഴച്ചെടുത്തിട്ട് 72 സീറ്റാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഓരോ സമൂസക്കുള്ള 72 സമൂസക്കുള്ള ഓല കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മസാലക്ക് ഉള്ളതാണ് ഗ്രീൻ പീസ്, ചിക്കൻ. ഇത് രണ്ടും കൂടി ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് കൂക്കിയെടുക്കുക. അതിന് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് വേവിച്ചെടുക്കുക. നമ്മളെ മസാലക്കൂട്ടിലേക്കുള്ള സവാള അരിഞ്ഞതാണിത്. ക്യാരറ്റ്, മല്ലിച്ചപ്പ്, 2 തക്കാളി, ഉരുളൻകിഴങ്ങ്, ചിക്കന് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചതച്ച് വെച്ചത്. ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാണ്. പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ചതച്ച് വെച്ചതാണ് ഇത്. ഇതിലേക്കുള്ള മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ഇട്ടെടുത്തിട്ടുണ്ട്. അത് കാണിച്ചപ്പോൾ വീഡിയോ കട്ട് ചെയ്തു. ഉരുളൻകിഴങ്ങ് ചെറുതാക്കി നുറുക്കി വെച്ചതാണ്, അതും ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള ക്യാരറ്റും തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഗ്രീൻ പീസ്, ചിക്കൻ പൊടിച്ച് വെച്ചതിരുന്ന് അതും ഇട്ട് കൊടുത്ത്, ഗ്രീൻ പീസും മല്ലിച്ചപ്പും അവ 3 ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട്. ഇളക്കി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ മസാലക്കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓലയിൽ നറുക്കണം കേട്ടോ സമൂസ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരം നറുക്കാൻ. കടയിൽ നിന്നൊക്കെ വാങ്ങി കൊടുത്തിട്ടുള്ള ഓല നറുക്കണം. അപ്പോൾ നമ്മൾ സമൂസ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.